റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു മത്തങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് ഒരു കഷ്ണം മത്തങ്ങ ചെത്തി വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനിയും ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് എരിവിനാവശ്യമായ പച്ചമുളക്, നല്ല ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഒരു 5 കഷ്ണം ചുവന്നുള്ളി ചതച്ചത്, പാകത്തിന് ഉള്ള ഉപ്പ്, മത്തങ്ങയ്ക്ക് സമം വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ചട്ടി ചൂടായി നമ്മൾ മത്തങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, കുരുമുളക് പൊടിച്ചത്, ചുവന്നുള്ളി ചതച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിന് പാകത്തിന് മത്തങ്ങയ്ക്ക് സമമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് വേകാനായിട്ട് വയ്ക്കും. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവിക്കായിട്ട് നമ്മൾ 1 മുറി തേങ്ങയുടെ പീര, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 2 ഇതൾ വെളുത്തുള്ളി എന്നിവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. മത്തങ്ങയുടെ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മത്തങ്ങ വെന്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇനി അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്. നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് 2 മിനിറ്റ് നേരം കൂടെ കറി ഇളക്കി കൊടുക്കണം. അതിനുശേഷം കറിക്കൊന്ന് താളിച്ച് ചേർക്കാം. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്കൊന്ന് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ അതിനകത്ത് ചേർത്തൊന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. കടുക് താളിക്കുന്നതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് മൂക്കുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. കടുക് താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉപ്പിന്റെ അല്പം കുറവുണ്ടാകും. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മത്തങ്ങ കറി വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.